എങ്ങനെയാണത് കണക്കാക്കിയത്? ഓരോ ഇനം പച്ചക്കറിയുടെയും ശരാശരി വിളവ് കണക്കാക്കിയാണ് ഇത്രയും ടൺ എന്ന് നമ്മൾ. ശരി, അങ്ങനെയൊക്കെയാണല്ലോ ചെയ്തത്. അതെ, അതറിയാൻ ചോദിച്ചത്. അത് ഒരു സെന്റിൽ ചെയ്ത കൃഷിയുടെ അടിസ്ഥാനത്തിൽ ഒരു സെന്റിൽ നിന്നും എല്ലാ പച്ചക്കറികളും കൂടി ഇത്ര കിലോ ഉണ്ടാവും. അതൊക്കെ കണക്ക് വെച്ച് നിങ്ങളുടെ കൃഷിഭവന്റെ റെക്കോർഡ് ആക്കിയിട്ടുണ്ടോ? റെക്കോർഡുണ്ട്. നല്ലൊരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം മാലിന്യ സംസ്കരണം എന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് പ്രോജക്റ്റിൻ്റെ. പിന്നെ പച്ചക്കറി വളരെ നന്നായിട്ട്. ഇപ്പം മാലിന്യ സംസ്കരണം എന്ന് പറയുന്നതിനകത്ത് മാലിന്യത്തിലെ പ്ലാസ്റ്റിക് മാത്രമാണ് നമ്മളിവിടെ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജൈവം, പച്ചക്കറി, മണിര കമ്പോസ്റ്റുമായിട്ട് ചെയ്തിരിക്കും. മറ്റ് പാഴ്വസ്തു, എനിക്ക് മാലിന്യം എന്ന് വിളിക്കാൻ എന്നെ ഇഷ്ടമില്ല, മാലിന്യം ആകുന്നത് തന്നെയാണ് ജൈവ മാലിന്യങ്ങൾ അല്ലേ? ജൈവ മാലിന്യങ്ങൾ ഫലപ്രദമായി സംസ്കരിക്കുന്നതിന് വീടൊന്നിന് ഒരു മണ്ണിര കമ്പോസ്റ്റ് ടാങ്ക് നിർബന്ധമാക്കുകയാണ്. അതിൻ്റെ അവയർനെസ് ക്ലാസ് കൂടുതൽ നടത്തേണ്ട ജനങ്ങളെല്ലാവരും അങ്ങനെ മുന്നോട്ട് വന്നില്ല. ഇപ്പോൾ 1027 ടാങ്കാണ് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ളത്. ഇത് ഈ വർഷം കൊണ്ട് അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ളതായ ശ്രമത്തിലാണ് ഞങ്ങളും ഉള്ളത്. ആ ജൈവ മാലിന്യം ഫലപ്രദമായി സംസ്കരിച്ച് കിട്ടുന്ന ജൈവവളം ഈ അടുക്കള പച്ചക്കറി തോട്ടത്തിലേക്ക് മുഴുവൻ തന്നെ അതിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? മുഴുവൻ തന്നെ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടോ? അതോ നിങ്ങൾ മറ്റു സ്ഥലത്തിൽ മാർക്കറ്റിംഗ് നടത്തുന്നുണ്ടോ? ഞങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ചില വലിയ ടാങ്ക് ഒക്കെ ചെയ്ത വീടുകളിൽ നിന്ന് അവർ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. വിവിധ പരിപാടികൾക്ക് കിലോ 7 രൂപ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. ഈ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ഒക്കെ നടപ്പാക്കിയതിൻ്റെ ഫലമായിട്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായെന്നും കൂടി നോക്കണമല്ലോ. അപ്പോൾ ഈ പഞ്ചായത്തിലെ കഴിഞ്ഞ ഒരു 4 വർഷത്തിനിടയ്ക്ക് ഈ പകർച്ചവ്യാധികളുടെ ആവിർഭാവം തടയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും രേഖകൾ നോക്കിയിട്ടുണ്ടോ? സമീപ പഞ്ചായത്തെക്കുറിച്ചെല്ലാം ആലോചിക്കുന്ന സമയത്ത് ഈ ഡെങ്കിപ്പനി, ചിക്കുൻകുനിയ അതുപോലുള്ള പനിയെ സംബന്ധിച്ചിടത്തോളം കണക്കെടുത്ത് നോക്കുമ്പോൾ മറ്റു പഞ്ചായത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറവ് തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിലേക്ക് ഉണ്ടായിട്ടുള്ളത്. അത് വലിയ രീതിയിൽ അങ്ങനെ വന്നിട്ടില്ല. പ്ലാന്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, അതിൽ എത്ര കിലോ പെർ ഡേ പ്ലാസ്റ്റിക് ആണ് നമ്മൾ കപ്പാസിറ്റി 250 മുതൽ 300 കിലോ വരെയാണ്. 300. അതിനുള്ള പ്ലാസ്റ്റിക് നമ്മൾ ശേഖരിക്കുന്നുണ്ടോ, അതോ തികയുന്നുണ്ടോ, അതോ ഇനി പുതിയതായിട്ട് ഇത് സമീപ പഞ്ചായത്തുകളിൽ പ്രത്യേകിച്ച് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൂടി സഹായത്തോടു കൂടി എല്ലാ പഞ്ചായത്തിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം. അതിൻ്റെ പ്രത്യേകിച്ച് നേരത്തെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞുവല്ലോ, പ്രത്യേകം വാഹനം തയ്യാറാക്കി കുടുംബശ്രീ വനിതകളെ അതിന് തയ്യാറാക്കി അതിൻ്റെ വേജസ് കൊടുത്തുകൊണ്ട് അത് പ്ലാന്റിലേക്ക് എത്തിക്കുക എന്നതാണ് ചെയ്യുന്നത്. പ്ലാന്റ് വർക്ക് ചെയ്യാൻ പ്ലാസ്റ്റിക്കിനെ കൂട്ടരുത് എന്നുള്ളൊരു അഭിപ്രായം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാ നല്ല കാര്യങ്ങളും ഉടനെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മാർക്സിലേക്ക് പോവാം. മാർക്ക് 15-ൽ 11, 15-ൽ 12, 10-ൽ 8, 10-ൽ 7.5, 10-ൽ 6. 60-ൽ 44.5 മാർക്സ് ആണ് ചെമ്പിലോടിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ SMS ചെയ്യേണ്ട ഫോമാറ്റ് GKE സ്പേസ് CMBL സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്ക് 537252 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക. ആയതിനാൽ നമുക്ക് മത്തങ്ങയെക്കുറിച്ച് സംസാരിക്കാം. പ്രശസ്ത കവി കടമ്മനിട്ട രാമകൃഷ്ണന്റെ മത്തങ്ങ എന്ന കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: പ്രകൃതിയെ മറന്നുള്ള വികസനത്തിന്റെ ഈ കാലത്ത് മത്തങ്ങയെക്കുറിച്ച് മാത്രമല്ല, തക്കാളിയെക്കുറിച്ചും വഴുതനങ്ങയെക്കുറിച്ചും, എന്തിന് ഇടവഴികളിലൂടെ നാം നടക്കുമ്പോൾ കാലിലുടക്കുന്ന തൊട്ടാവാടി ചെടികളെക്കുറിച്ച് പോലും നാം സംസാരിക്കേണ്ടിയിരിക്കുന്നു. വികസനത്തിന്റെ ഹരിത മാതൃകളുമായി എത്തുന്ന കേരളീയ ഗ്രാമത്തിന്റെ കഥകളുമായി ഗ്രീൻ കേരള എക്സ്പ്രസ് നാളെ ഇതേ ദിവസം ഇതേ സമയം. തെളിവിന്നിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ പിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തു തുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ലോകം നൽകേണ്ടേ കുഞ്ഞിക്കാല നിന്നീ മുറ്റത്തോടുന്നോ
ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.